ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിവിടെ എവിടെയാണ്? നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരു ഒറ്റപ്പാലല്ല, ഈസ്റ്റ് ഒറ്റപ്പാലം. ഒരു പുതിയ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് കറക്റ്റ് എവിടെ വെച്ചാൽ നമ്മളിവിടെ പള്ളി ഉണ്ടാവും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ വനഗോത്ര സ്റ്റോർ ഉണ്ടല്ലോ, നിബുവേട്ടന്റെ. ആളവിടെ നിൽക്കുന്നുണ്ട്. ഏട്ടാ ഹായ്. അതെ, ഓക്കെ. വനഗോത്ര ഉണ്ട് കേട്ടോ. അപ്പുറത്ത് വനഗോത്ര, അതിന് തൊട്ടിപ്പുറത്ത് ഇപ്പൊ നല്ലൊരു അടിപൊളി ഒരു വെഡിങ് സെന്റർ പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഹ്യൂമിക്സ് വെഡിങ് കാസ്റ്റിലാണ്. അപ്പൊ നമ്മളിൽ എന്തായാലും ഇപ്പൊ വിഷു ഒക്കെ ആവാറായി, പിന്നെ വിഷു പെരുന്നാളൊക്കെ വരുവാണ്. അതിനുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടറിഞ്ഞ് വന്നതാണ്. നമ്മൾക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാൻ, നിങ്ങളെയും കൂടി കാണിച്ചു തരാം. നമ്മളെന്തായാലും നമ്മള് വിഷുത്തെ നമ്മുടെ വിഷുവിലെ മറ്റേ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം കൂടി ഒന്ന് ചെയ്ത് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനോഗ്രേഷനൊക്കെ നല്ല അടിപൊളി സെറ്റ് ആയിരുന്നു. ഹനാനൊക്കെ വന്നിട്ടായിരുന്നു ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഉള്ളിലോട്ട് പോവാം അല്ലേ? ബ്ലാക്ക് ഞാൻ പുറത്തുനിന്ന് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. നമ്മൾ ഈസ്റ്റ് ഒറ്റപ്പാലമാണ്, അവിടെയാണ് ഈസ്റ്റ് ഒറ്റപ്പാലം. പിന്നെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ ഹ്യൂമിക്സ് വെഡിങ് കാസ്റ്റിൽ. നമ്മുടെ നിബേട്ടൻ്റെ ഷോപ്പ് അവിടെ ഉണ്ട്, അൽബിക്ക് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം അല്ലേ? ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല കളക്ഷൻസ് കാണുന്നുണ്ട്. കാശുണ്ടോ? ബഡ്ജറ്റ് ഉണ്ടോ? എന്തുണ്ടെങ്കിലും മേടിച്ചു തരാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വരുമ്പോ തന്നെ ഒരു കുട്ടികളുടെ ഒരു കലവറയാണ്. കുറേ ഒരുപാട് ഗേൾസിനുള്ള ഡ്രസ് ഉണ്ട്, ബോയ്സിന് എന്ന് വെച്ചാൽ മോഡേൺ ഒരുപാട് കുട്ടീസിനുള്ള പല തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. നല്ല ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളുടെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി, പക്ഷെ നിറയെ ഉണ്ട് കേട്ടോ. നമ്മുടെ തക്കുടൂന് പറ്റിയതും അമ്പാടിക്ക് പറ്റിയതും എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ മോഡേൺ വെയേഴ്സ് അതും ഉണ്ട്. പിന്നെ അതേപോലെ ഈ കിലിക്കം മിനിക്കം അങ്ങനത്തെ സംഭവം അതുകൊണ്ട് നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കിഡ്സിന് വേണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മളിതൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ക്യൂട്ടായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. കുഞ്ഞു ചെക്കന്മാർക്കൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ അവിടെയൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോയ്സിനുള്ളത്, ഇപ്പുറത്തെ ഗേൾസിനുള്ളതാണ്. പക്ഷെ ഇതിനൊന്നും തക്കൂരിടാൻ പറ്റില്ലല്ലോ. ഇല്ല അത് ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതിൽ ഒരു പരിധി ഉണ്ട്. നിങ്ങൾ വന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് എനിക്ക് ഇങ്ങനത്തെയൊക്കെ കുട്ടികൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഓരോ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലേക്ക് കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇട്ട് കണ്ടിട്ട് നമ്മളുടെ ഇവിടുത്തെ കുട്ടികൾ അങ്ങനെ ഇട്ട് കണ്ടിട്ട്, പക്ഷെ ഇവിടെ വന്ന എല്ലാത്തിനുള്ള കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഇതുവരെ പോയി നോക്കി കളക്ഷൻസ് ആണ്. കുട്ടികളെ കണ്ടപ്പോ നമ്മൾ അങ്ങനെ വണ്ടടിച്ച് നിന്ന് പോയി മാത്രം. ഇതൊക്കെ കുട്ടികളിട്ട് ഭയങ്കര ഫ്രീക്ക് ആയിട്ടുണ്ടാവും. ഇതൊക്കെ തക്കുടൂന് പറ്റും. ഒരു കുട്ടി നിക്കറൊക്കെ ഇട്ടിട്ട് അത് സൂപ്പർ ആയിട്ടുണ്ടാവും. ഇത് ആൺകുട്ടിയുടെ അമ്പാടിക്കും പറ്റും. ഇത് ബോയ്സിനും ഗേൾസിനും ഇടാവുന്നു. ഇപ്പൊ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ബോയ്സ് ഗേൾസ് ഇടുന്ന ഫ്രോക്കൊന്നും ബോയ്സിന് ഇടാൻ പറ്റില്ലെങ്കിൽ ബോയ്സിന്റെ എല്ലാവിധ ഡ്രസ്സുകള് ഇപ്പൊ നമ്മളെ വലിയ ആൾക്കാരായാലും കുഞ്ഞു കുട്ടികളായാലും ഇടും. ഇതൊക്കെ തക്കുടൂനൊക്കെ ഇട്ട രസമുണ്ടാവും. തക്കുടൂന് അമ്പാടിക്കൊക്കെ ഇട്ട നല്ല രസമുണ്ടാവും. അപ്പൊ തന്നെ ഇവിടെ നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കോളറൊക്കെ വരുന്ന പോലത്തുള്ള കളക്ഷൻ. ഇപ്പൊ നിങ്ങൾ വന്നാൽ തന്നെ ഇവിടെ അറിയാൻ പറ്റും. നമ്മൾ ഒറ്റപ്പാലത്തും അടുത്തുള്ളവരൊക്കെ വന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് കുഞ്ഞുങ്ങൾക്കുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നോക്കിയേ, കണ്ടോ? എല്ലാ ഏജ് ഗ്രൂപ്പിനുള്ള പിള്ളേർക്കുള്ള ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ജനിച്ച കുട്ടി മുതൽ കുറച്ച് അത്യാവശ്യം എല്ലാവർക്കുള്ള ഡ്രസ്സ് എന്ന് വെച്ചാൽ എല്ലാ വിധ വയസ്സിൽപ്പെട്ട കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഉണ്ട്. അതുപോലെ തൊട്ട് സൈസ്. അപ്പോൾ താഴത്തെ ഫ്ലോർ ഫുള്ള് കുട്ടികൾക്കായിട്ട് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ സൈസിലുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസിനെ മാത്രമേ കണ്ടു. ഇനി അപ്പുറത്ത് ബോയ്സിന്റെ സെക്ഷൻ ഉണ്ട് ഇത്ര. എന്ന് വെച്ചാൽ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റിയതുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് കൊള്ളാല്ലേ? അടിപൊളിയുണ്ട്, കളറും എല്ലാം. പ്രൈസും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആണ് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിന് എത്രയാണ് ഗസ്? ഒരു 500 സംതിങ്. പക്ഷെ നമ്മളിത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടുന്ന വെച്ചാൽ നല്ല റേറ്റ് ഒക്കെ ഞാൻ പുറത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇത് നമ്മള് ഡിസൈൻ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് വരും കേട്ടോ. അതെ, ഇങ്ങനത്തെ ഡിസൈൻ ഇത് നമ്മള് പറയുമ്പോൾ നോക്കിയേ, നല്ല എന്ത് വർക്കൊക്കെ എന്തോരം വർക്കാ നോക്കിയേ.
നല്ല അടിപൊളി ഫിനിഷിങ് വർക്കുകളൊക്കെ ഉണ്ട്. എനിക്ക് ഈ കുത്തണത് മിഞ്ഞണത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. പക്ഷെ ഇത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് അല്ലെ, ഭയങ്കര രസമുണ്ട്. പിന്നെ പൊന്തിക്കിടക്കും. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് രസമുണ്ട്. ഇപ്പൊ ചെറുപ്പത്തിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ നിങ്ങൾക്കൊക്കെ ഈ പ്രായത്തിൽ പറയാം മമ്മി എന്തായാലും ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടാവുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സസ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് മമ്മിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം. കാരണം എപ്പൊ ചെന്നൈക്ക് പോവാണെങ്കിലും തക്കുടൂന്ന് പെറുക്കി മമ്മി ഓരോന്ന് ഇടിയിപ്പിക്കും. അപ്പൊ ഇതൊരു ഇനി നമുക്ക് ബോയ്സിന്റെ സെക്ഷനിലോട്ട് പോവാട്ടോ. ഇത് ഗേൾസിന്റെ ആണ്. ഇത് കുട്ടികളുടെ അല്ലല്ലോ, ഇത് നമ്മളെല്ലാവരുടെ പാൻസും അല്ലേ. ആ ഡെനം ജാക്കറ്റ് ഒക്കെ അല്ലേ. ഇവിടെ കുട്ടികളുടെ മാത്രല്ല കേട്ടോ, കുറച്ച് വലിയ ആൾക്കാരുടെ ഉണ്ട്. ഇതൊക്കെ സൂപ്പർ ആയിട്ടല്ലേ ഈ പ്രിന്റ്. ഇത് ഡെനം ജാക്കറ്റ്സ് ആണ് ഗൈസ്. ഇത് അവിടെ ഒരുപാട് വരുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മമ്മി. ഇത് രസല്ലേ. ഗസ് ദ പ്രൈസ്. ഇത് ഒരു 700 ഓൾമോസ്റ്റ് എത്തി. 800. ക്വാളിറ്റിയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ കുറച്ച് പറയുന്നതാ. കുറച്ച് പറയണ്ട, കൂട്ടി പറ. എത്രയാണ്? ഒരു 8. ഞാൻ സത്യം പുറത്തു തരാൻ വേണ്ടി കുറച്ച് പറയുന്നയാ. അത് വേണ്ട. കാണുമ്പോ 1000-ന് മുകളിലുള്ള പോലെ ഉണ്ട്. എനിക്കത് അതാണ് പെട്ടെന്ന് 875. അതിനൊക്കെ ഭയങ്കര അഫോർഡബിൾ. ഇതൊക്കെ നമ്മള് നെറ്റ് എന്തിന് മീഷോയില് നോക്കിയാൽ കൂടി ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ഓഫർ ഉണ്ട് അല്ലേ. പറയും പോലെ വിഷുവും ഇതൊക്കെ വരികയാണ്. അതിൻ്റെതായിട്ടുള്ള ഓഫർ ഇല്ലേ, അതിൻ്റെതായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് നമ്മളുടെ. ആ പിന്നെ നമ്മള് എന്തായാലും നമ്മള് 2 ടോപ്പ് എടുക്കുമ്പോഴത്തേനും 1000 റുപ്പീസ് ആവും. അപ്പൊ എല്ലാ 1000 റുപ്പീസിന് മേലെ പർച്ചേസ് ചെയ്യുമ്പോഴും 100 റുപ്പീസ് ഓഫ് ഉണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് തന്നെ വരണം കേട്ടോ. വിഷുവിന് എന്തായാലും ഷോപ്പിംഗ് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർ ഇവിടെ തന്നെയാണ്. വിഷുവും പെരുന്നാളും. കാരണം എന്താന്ന് വെച്ചാൽ ഒറ്റപ്പാലത്ത് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുന്നപ്പോ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇതും ഉണ്ട്. ഇതിന്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ്, ഇടുമ്പോ തന്നെ നല്ല സുഖമാണ്. നമ്മൾ കാണുന്ന പോലെ ഹെവി അല്ല, നല്ല രസമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിലാണ് എന്റെ ഷോപ്പിംഗ് നടക്കുന്നത്. കമോൺ. പാൻസ് ഉണ്ട് കേട്ടോ, ചോക്കർ പാൻസ് കണ്ടോ. അതെത്ര പ്രൈസ് നോക്കിയേ? പ്രൈസ് നോക്കാനാ ഒരു രസം. മമ്മി പറ. വേണ്ട, മമ്മി പറ. ഒരു 1000 അല്ല, വെറും 500 റുപ്പീസേ ഗൈസ് ഈ ഒരു ചോക്കർ പാന്റിന് വരുന്നുള്ളൂ. അത് അടിപൊളി. മെറ്റീരിയൽ ഒന്ന് തൊട്ട് നോക്ക്. ശരി കേട്ടോ, നന്നായിട്ട് ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ. ജയിന്റെ പാന്റോ? കാഷ്വൽ പാൻസ്. എനിക്കൊരു വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കും. ഇവിടെ ബ്ലാക്കും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കീറിന്ന് വിചാരിക്കരുത്, മോഡലാണ്. കണ്ടോ, വലിയ കീറി വേണ്ട. എൻ്റെ ഒരുപാട് കീറി. ഇത് കൊള്ളാലേ. Guess the price. അയ്യോ, ഒരു 1200. മമ്മി ഇപ്പൊ വല്ലാണ്ട് കൂട്ടി പറയണ കേട്ടോ. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം പറ. ഒരു 900, 700. എന്നാ പറയണ്ട, നീ പറ. 685. കൊള്ളാലോ. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞിട്ട്. അത് ഞാൻ ഓൺലൈനിൽ പറഞ്ഞ ഓർഡർ ചെയ്തിട്ട് 1200 രൂപയാ. ഞാൻ ആ കറക്റ്റ് ഇതിലാ ഞാൻ പറഞ്ഞേ. ഇതും കൊള്ളാല്ലേ. ഇത് ഗൈസ് കുട്ടികളുടെ കേട്ടോ. എന്ന് വെച്ചാൽ ജെന്റ്സിന് ഭയങ്കര ഫ്രീക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് അല്ലേ. കറക്റ്റ് ആയിരിക്കും. ചെക്കൻ ഷൂ ഒക്കെ ഇട്ടിട്ട് വന്ന സീന് തന്നെ. ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും കാണുന്ന പോലെ ഇട്ട് നോക്കിയാൽ ഭയങ്കര രസം ഉണ്ടാവും കുഞ്ഞു കുട്ടികൾക്കൊക്കെ. ഹുഡി അതിൻ്റെയൊക്കെ മോഡൽസ് വരുന്നുണ്ട്. ഇപ്പൊ ഷർട്ട് മോഡൽസ് വരുന്നുണ്ട്, ക്യാപ്സ്. അയ്യോ, ഇത് നോക്കിയാ അമ്മി, നിക്കറും ഷർട്ടും ഗോവയിലൊക്കെ പോകുമ്പോടാം സൂപ്പറായിട്ട്. പിള്ളേർക്ക് അടിപൊളിയായിട്ടുണ്ടോട്ടെ ഗൈസ്. ഇതൊക്കെ കുഞ്ഞു കുട്ടികളിട്ടാ ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിട്ട്. പ്രൈസ് ഒക്കെ വളരെ കുറവാട്ടോ. ഓഫ്
500 ഇപ്പൊ ജനിച്ച് വളരെ കുറവൊന്നല്ല. നമ്മള് കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിനാണ് ഒരുപാട് റേറ്റ്. അതല്ല, ഇപ്പൊ നമ്മള് ജനിച്ചൊരു കുട്ടിക്ക് അന്ന് ഞാൻ പോയി മേടിച്ചില്ലേ അമ്മി, 600 സംതിങ്. നന്നായിട്ടുണ്ടോ അതിട്ടില്ലേ? ഇതൊക്കെ എന്നുവെച്ചാ ഇതൊക്കെ എന്താ മണിക്ക് വേർത്താണെന്ന് പറയണേ, കാട്ടിലും കുറവ് കേട്ടോ റേറ്റ്. 700 സംതിങ് ആണ്. ഇപ്പൊ ന്യൂ ബോൺ ബേബിക്ക് എടുക്കുവാണെങ്കിൽ കൂടി ഇപ്പൊ 1800 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര കുറവായിട്ട് തോന്നി എനിക്ക്. ഇത് കുറച്ച് വലിയ പിള്ളേർക്കുള്ളത് വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്തെടുക്കാം അല്ലേ അമ്മി? ഒരു എന്താണ് യൂണിക്കോൺ ഇല്ലേ, അതിന്റെ ഒരു കളറ്. നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് പോവാ. ആർ യു റെഡി ബേബി? കൊടുക്കൈ അടിക്കുന്നേരെ മുകളിലോട്ട് പോവാണ്. പിടിച്ചൊക്കെ കൊണ്ടുപോകണം, കാരണം മമ്മീനെ പിടിച്ചില്ലെങ്കിൽ മമ്മി വീഴും ഗൈസ്. മെറ്റീരിയൽ സൂപ്പർ, ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ ആദ്യം കണ്ടപ്പോ ചോദിച്ചു നൈറ്റ് ഡ്രസ് ആണ്, പക്ഷെ അല്ലല്ലേ, ഇത് നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ട് സ്മൂത്ത് ആട്ടോ. ഇതൊരു റയോൺ പോലെയൊക്കെ ആയിട്ട് നല്ലൊരു റയോൺ ആണ്. പിന്നെ ഗൈസ് ഇവിടെ വന്ന് തുണി എടുക്കുക മാത്രമല്ല, പിള്ളേർക്ക് ചില്ലീവും ചെയ്യാം. നോക്ക്, ഇവിടുത്തെ ഒരു വ്യൂ ആണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയുള്ള ഒരു വ്യൂ ആണ്. ഇത് ക്യാമറയിൽ നേരെ കാണില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ചില്ലിയാൻ വന്നത്? എവിടെ പോവാ? അപ്പൊ ഇവിടെ ഡിസ്പ്ലേയിലും കുറെ ക്ലോത്ത്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ആ, കാർഗോ പാന്റാ തോന്നുന്നുണ്ട് ഇത്. ഇവിടെ കുറെ കോഡ് സെറ്റ് കണ്ടു കേട്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രസമുള്ളതുണ്ട് കേട്ടോ. ഈ വൈറ്റ് സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ കോഡ് സെറ്റോടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മള് വേറെ ഒരു രീതിയിലുള്ള ഞാൻ കണ്ടേക്കുന്നത്. മെറ്റീരിയൽ ആയാലും അത് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ലോങ് വരുന്നുള്ളൊരു കോട്ട് സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ പിന്നെയും പറഞ്ഞത് നമുക്ക് കാണിച്ചു തരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റിയ ഇത് സൂപ്പർ ആയിട്ടില്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര രസമാണ്. ഇത് നല്ല രസമുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചും വരുന്നുണ്ട്. ഒരു കണ്ട, ഇതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ്. പിന്നെ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ഇതും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇതൊക്കെ വരുന്നത് കുർത്തി, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതും ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഹൗസ് തുണി, അതേപോലെ ടോപ്പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3rd ഫ്ലോർ ആണ്. നമ്മുടെ ഈ ഒരു ഫ്ലോർ വരുന്നത് ഫുള്ള് ജെൻസിന് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും പറ്റിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് ജീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് എന്തൊക്കെ പറയും, ഞാൻ ഒരുപടിയും കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു നല്ലൊരു സീനറി, അറ്റ്മോസ്ഫിയർ അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് വലിയ ആൾക്കാർക്കുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ മുകളിൽ ഫുള്ള് ഷർട്ട്സ്, അടിയിൽ ഫുള്ള് ജീൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വന്ന് നോക്കി നോക്കുക. പാന്റ് ബോയ്സിനുള്ള ബാഗി പാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഗേൾസിന്റെ അടിയിൽ റിബ്ഡ് ജീൻസും അതേപോലെ ഓരോന്ന് കണ്ടു പറഞ്ഞിട്ട് ആൺകുട്ടികൾ വിഷമിക്കേണ്ട. അവർക്ക് വേണ്ട പലതരം പാൻറ്റുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബാഗി പാൻസും അതും പല കളേഴ്സിലും സൈസിലും അവൈലബിൾ ആണ്. പിന്നെ ഇതുണ്ടോ, ഈ ജീൻസിന് എന്തായിരുന്നു മമ്മി പറയുക, സ്കിൻ ഫിറ്റ് ജീൻസ്, അതും അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാ ബോയ്സും എന്തിടില്ല, ബാഗി ഇടില്ല. ഇപ്പോൾ വലിയ ഏട്ടന്മാരൊന്നും ബാഗി ഇടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ ഫിറ്റ് ജീൻസും ഇവിടെ അവൈലബിൾ ആണ്. അതും ഡിഫറെൻറ്റ് കളേഴ്സിൽ, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, ജീൻസ് വേണമെങ്കിൽ ജീൻസ്. ഓക്കെ, ജീൻസ് കളർ. ഓക്കെ. ഓ, എനിക്ക് ഇങ്ങനത്തെ കോളർ വരുന്ന ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് മമ്മി. സൂപ്പർ ആയിട്ടില്ലേ? എന്നുവെച്ചാൽ നോർമൽ കോളർ അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട്, ഇത് നമ്മൾ എത്ര വാഷ് ചെയ്താലും ഈ ഒരു ഫോൾഡ് ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു മോഡൽ വരുന്ന ജീൻസ് ഷർട്ട് ഉണ്ട്. ഇതിന്റെ മെറ്റീരിയൽ നോക്കി നോക്കൂ, ഭയങ്കര ഒരു കേവ് വരുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ. ഇതൊക്കെ ഇട്ടാൽ തന്നെ ഒരു മാറി നിൽക്കും. അത്ര രസമുണ്ട് കേട്ടോ. ഈ കോളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ല ജിം ചേട്ടന്മാരൊക്കെ ഇട്ട സൂപ്പർ ആയിരിക്കും. ലൂസ് നോക്ക്.
ലൂസ് ഷർട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മെറ്റീരിയൽ ആയിട്ടുണ്ട് കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കാൻ പോലത്തെ ഒരു ഇതാണ്. ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ ഇതും ഇങ്ങനത്തെ ഷർട്ട്സ് ഫുൾ സ്ലീവ് ഇട്ടിട്ട് ബാഗി പാൻറ് ഇടുന്ന ചേട്ടന്മാരെയും കണ്ടിട്ടുണ്ട്. സോ ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റാണ്. അതിനുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എല്ലാത്തിനും സ്ലീവ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എടുക്കാം അല്ലേ? പക്ഷെ എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട്, കളർ സൂപ്പർ ആയിട്ട്. പിന്നെ അതുപോലെ മെറ്റീരിയലൊക്കെ നല്ല ഒരു ചുങ്കിടി പോലെയൊക്കെയുള്ള ഒരു സ്മോൾ കോട്ടൺ ആണോ? അതെ നമ്മുടെ ഉണ്ണിച്ചക്കനെയൊക്കെ ക്യാമറ ഷൈയുള്ള ആൾക്കാരാണ് ഇവിടെ ചുറ്റിനും. പോലില്ലേ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്, എൻ്റെ അതേ പ്രായത്തിലൊക്കെ ഉണ്ട് കേട്ടാ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇതൊക്കെ വീട്ടിൽ ഇട്ടിട്ടിരുന്നാൽ നമ്മള് നല്ല കളർഫുൾ ഇതിട്ട് വേണമെങ്കിൽ ഒറ്റപ്പാലം പോവാന്നൊക്കെ. കളർഫുൾ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇത് നമ്മളുടെ രീതിയിൽ വോൾട്ടറേഷൻ ചെയ്തെടുത്ത നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, എനിക്ക് ഞാൻ നോക്കി അവിടെ ഇഷ്ടം പോലെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു നൈറ്റ് നമ്മൾ അമ്മമ്മയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് നൈറ്റ് കണ്ടാലും അപ്പൊ ഇഷ്ടമായിട്ട് അമ്മമ്മ ഇങ്ങനെ എടുക്കും. അമ്മയുടെ മൂലതാ അമ്മമ്മ നൈറ്റ് മാത്രമേ എടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കില്ല. അപ്പൊ ഈ ഒരു എന്താ 245. അയ്യോ അത് അടിപൊളിയായിട്ട് അടിപൊളി മെറ്റീരിയൽ ആട്ടോ. അയ്യോ 200 എന്നൊക്കെ പറയുമ്പോ ഭയങ്കര നല്ല ഭംഗിയുണ്ട്. കളറായാലും അതിന്റെ ഒരു വർക്ക് ആയാലും അടിപൊളിയായിട്ട് 200ക്ക് ഭയങ്കര അഫോർഡബിൾ ആയി പോയിട്ടോ. ആ ഒരു കാര്യം ചാണകപ്പച്ചല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇതിന്റെ പാറ്റേൺ ആയാലും അമ്മമ്മക്ക് എടുത്തിട്ടുണ്ട്, എടുക്കാം അല്ലേ? ഈ 2 കളേഴ്സ് അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആട്ടോ. അമ്മമ്മയ്ക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ അമ്മമ്മയുടെ ബർത്ത്ഡേക്ക് നൈറ്റ് നോക്കിയപ്പോൾ നല്ലൊരു നൈറ്റ് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു നൈറ്റ് എടുക്കണു. അങ്ങനെയൊക്കെ ഇല്ലേ? അല്ല, അതൊക്കെ ഓൾട്ടറേഷൻ ചെയ്യാലോ. ഈ ഒരു ഡ്രസ്സ് മമ്മിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിന് ഷോളും അതേപോലെ പാൻറ്റും. ഇവിടെ എല്ലാതരം ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. അതേപോലെ സെറ്റ് ചുരിദാറാണ്. അതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിന് ഷോളും പാൻറ്റും കോട്ടന്റെ സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ചൂട് കാലത്തൊക്കെ എന്തായാലും ഇത് വേണ്ടി വരും നമ്മുടെ പാലക്കാടിന് ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ടോപ്പാണ്, നല്ല കളർ അടിപൊളിയായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഒരുപാടുണ്ട്. ഞാൻ ഈ കളർ എവിടെ കണ്ടാലില്ലേ ഞാൻ ഇങ്ങനെ പോയി വീഴും. നല്ല ഭംഗിയില്ലേ കളറ്? മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ലെഗിൻസ് ഒക്കെ ഇതിനകത്ത് നീലുണ്ടല്ലോ, അതാണ് ഞാൻ നീല ഇട്ടേക്കണേ. നീല രസമില്ല, ബ്ലാക്ക് ആണ്. തീരുമാനിക്കും ഞാൻ വേണ്ട. നമ്മളിപ്പോ നൈറ്റീസ് നോക്കി, കുർത്തീസ് നോക്കി, പിന്നെ സെറ്റ് ചുരിദാറുകൾ നോക്കി വരുന്ന വഴിക്ക് പർദ്ദ അതൊക്കെ കണ്ടു. പിന്നെ ഒരു സ്റ്റണ്ട് കഴിഞ്ഞു. അതെ, ഒരു സ്റ്റണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പാർട്ടി വെയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ പാർട്ടി വെയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതിലും കുറച്ച് കളക്ഷൻസ് നോക്കി നോക്കാം. കമോ. അയ്യോ ഇത് അടിപൊളിയാണ്, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടു. നൈസ് ആയിട്ടില്ല ഇത്. പക്ഷെ ഇതിങ്ങനെ കാണുന്നതല്ല, ഇത് ലൈറ്റിങ്ങിന്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് നല്ല വർക്കാണ് കേട്ടോ. ഇതിൽ ശരിക്കും സത്യം പറഞ്ഞാൽ വർക്ക് അറിയുന്നില്ല. ഇതല്ല കളറ്, ഒരു മസ്റ്റേർഡ്, ഒരു പിസ്ത ഗ്രീൻ ഒക്കെയാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഇങ്ങനത്തെ കളറല്ല. ഓക്കെ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് എന്ത് സങ്കടിച്ച ഫോണിൽ ഒരു കളറ്, നേരിൽ വേറൊരു കളറാട്ടോ. നേരിൽ കാണാനാണ് ഭംഗി. അതെ, നേരിൽ കാണാനാണ് ഭംഗി, ഫോണിലല്ല. അപ്പോൾ ഇതാണ്ടോ മോള് ഒരു കോട്ട് സെറ്റ് ഒക്കെ ഇട്ട് റെഡിയാക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എടുക്കല്ലേ? നല്ല കളർ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. റെഡിയാണ്. ഞാൻ ജിമ്മിന് പോയിട്ട് അങ്ങനെ വരാണ് കേട്ടോ. കുറച്ച് നമ്മള് ലുക്കൊക്കെ ആയിട്ട് ചെയ്താൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. പിന്നെ ഇവിടെ ലൈറ്റിങ്ങിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതിന്റെ ഒരു ചെറുതായിട്ട് ഒരു കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. നല്ല ലൈറ്റ് ഉണ്ട്, പക്ഷെ ഫോണിക്ക് വരുമ്പോ അതിന്റെ ഒരു എക്സാക്ട് കളർ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ നോക്കുമ്പോ അത് ഭയങ്കര ലൈറ്റ് ആണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. നമ്മളിത് ഒന്നിനൊന്ന് മെച്ചാണ് ഇവിടെ എല്ലാം. അപ്പൊ അതുകൊണ്ട് ഇട്ട് നോക്കാൻ എല്ലാം ഒന്നും പറ്റില്ല. ഷേപ്പ് ചെയ്യാൻ അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ കളറല്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു കളറാണ്. അവിടെ നല്ല ഗ്ലൈസിങ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ പിന്നെ സാരി സെക്ഷൻ നമ്മൾ കണ്ടില്ലല്ലോ. നല്ല ഇതിൻ്റെ ടിഷ്യൂ ആണ് അത് മെറ്റീരിയൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഷിഫോൺ പോലെയുള്ളത്. ഇത് ഉടുത്താൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കൂട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ട അതിൻ്റെ ഓരോരോ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടിത് മൊത്തം സാരിയാണ്. പക്ഷേ നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിലെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാം കിട്ടും കേട്ടോ.
നമ്മൾ ഓടി ഇങ്ങനെ കാണിക്കാൻ എല്ലാം കൂടി പറ്റുന്നില്ല. പക്ഷെ നമ്മൾ വന്ന് എടുക്കുവാണെങ്കിൽ നോക്കി എടുക്കാൻ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ തിരക്കായിട്ടായതുകൊണ്ടൊക്കെ വാരി വലിച്ചിട്ടേക്കുവാണ്, അതുകൊണ്ടാണ് കറക്റ്റ്. ഇതൊക്കെ നോക്കിയേ, നല്ല അടിപൊളി. ഇത് 800 സംതിങ് ആണ് കേട്ടോ. നന്നായിട്ട് ഞൊറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു മോഡൽ സാരിയാണ്. രണ്ട് നോക്കിയതിൻ്റെ കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ്ടോ അപ്പോൾ വേണ്ട. അപ്പോൾ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാക്കും ഒരു ഗ്രീനും കോമ്പിനേഷനാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു എന്താ പറയുക, ഒരു കരിമ്പച്ചയ്ക്കാണ്, പക്ഷെ ഇതിൽ കാണുന്ന ലൈറ്റ് കളറാണ്. അതപ്പം ഒരുപാട് ഹെവി അല്ല എന്നാൽ സിമ്പിളും അല്ല. അങ്ങനെ ഉണ്ണിന്ന് അങ്ങോട്ട് നടക്ക്. വേണ്ട, ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനാണ്. പിന്നെ നമ്മളുണ്ടോ ചുരിദാർ മെറ്റീരിയൽ തുണികളാണ് കേട്ടോ. അത് വെൽവെറ്റിൻ്റെ ബ്ലൗസ് തുണികൾ, പിന്നെ ഇന്നർ വെയർ അങ്ങനെയുള്ള സെക്ഷനൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ബ്ലൗസിൻ്റെ അല്ലേ, ബ്ലൗസ് അല്ലേ, ഇതൊക്കെ ബ്ലൗസ് തുണി കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം ഞാനും മമ്മിയും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക.